നമ്മൾ ചില സിനിമകൾ കാണുമ്പോൾ വീണ്ടും വീണ്ടും കാണാനുള്ള ആഗ്രഹം പിന്നെ കണ്ടു കഴിയുമ്പോൾ ഒരു വിഷമവും നമുക്ക് ഫീൽ ചെയ്യില്ലേ? അങ്ങനത്തെ ഒരു ഫീലിംഗ് തോന്നിയ സിനിമയായിരുന്നു ദ മെറ്റീരിയലിസ്റ്റ്. ഈ ഒരു ടൈറ്റിൽ തന്നെ ഈ സിനിമയ്ക്ക് ഭയങ്കര സൂട്ടബിൾ ആണെന്ന് ഫീൽ ചെയ്തത്. ഹ്യൂമൻ റിലേഷൻഷിപ്സ്, മെറ്റീരിയലിസ്റ്റിക് വാല്യൂ, ഇതൊക്കെ ബേസ് ചെയ്ത് ബിൽഡ് ചെയ്ത് അങ്ങനെയൊന്നും ഇല്ല എന്ന തോട്ടിൽ നിന്ന് പ്രണയം, സ്നേഹമാണ് എല്ലാം എന്നൊരു സെൽഫ് റിയലൈസേഷൻ ആണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി. കുറെ അവാർഡുകൾ വാരിക്കൂട്ടിയ ഫാസ്റ്റ് ലൈഫ് എന്ന സിനിമയുടെ ഡയറക്ടർ സെലിൻ സോങ്ങിന്റെ സിനിമയാണ് ദ മെറ്റീരിയലിസ്റ്റ്. രണ്ടാമത്തെ സിനിമ കൂടിയാണ്. ഫാസ്റ്റ് ലൈഫ്സ് കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കും. ഒരു 96 വൈബ് പോലത്തെ ഒരു കിട്ടിലെ സിനിമ തന്നെയാണ് ഫാസ്റ്റ് ലൈഫ്സ്. ഒരു ബ്യൂട്ടിഫുൾ, പീസ്ഫുൾ, റൊമാൻറ്റിക് ഡ്രാമ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പീസ്ഫുൾ, ബ്യൂട്ടിഫുൾ മാത്രമല്ല കേട്ടോ, ഒരു പെർഫെക്റ്റ് റൊമാൻറ്റിക് ഡ്രാമയായിട്ട് തന്നെയാണ് എനിക്ക് മെറ്റീരിയലിസ്റ്റ് അനുഭവപ്പെട്ടത്. 1.25 മണിക്കൂർ നമ്മൾ ഇങ്ങനെ ലയിപ്പിച്ച് പിടിച്ചിരുത്തും. സെലിൻ സോങ്ങിന്റെ പാസ്റ്റ് ലൈഫ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം അവര് എങ്ങനെയാണ് കഥ പറയുന്ന രീതി എങ്ങനെയാണെന്ന്. അതേപോലെ തന്നെ ഒരു കടലിന്റെ തിരമാല അടിക്കുന്ന പോലെ തന്നെയാണ് ഇവിടെയും ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മൾ മണിരത്ന സിനിമ കാണുമ്പോൾ ഒരു പ്രത്യേക ബ്യൂട്ടി കാണാറില്ലേ? അങ്ങനെ വേണേ വിശേഷിപ്പിക്കാം. ഒരു ട്രയാങ്കുലർ ലവ് സ്റ്റോറി കണ്ടന്റേ ഉള്ളൂ, പക്ഷെ അവതരിപ്പിച്ച രീതി ഭയങ്കര ഫ്രഷ് ആയിട്ടാണ് ഓരോ സീൻസിൽ പോലും. എത്ര കാലമായ ഒരു നല്ല റൊമാൻറ്റിക് ഡ്രാമ കണ്ടിട്ട് ആ ഒരു വിഷമം ഇതിലൂടെ തീർന്നു. അതും ഇത്രയും പെർഫെക്റ്റ് കാസ്റ്റിംഗ്. ഡക്കോട്ട ജോൺസൺ, പെഡ്രോ പാസ്കൽ, ക്രിസ് ഇവാൻസ്, ഇവരെ മൂന്നുപേരെയും അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി, ഇവരുടെ ചാം, ഓറ, സ്ക്രീൻ പ്രസൻസ് എല്ലാം നല്ല ബെസ്റ്റ് പൊട്ടൻഷ്യലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഈ മൂന്ന് പേരും ഈ അടുത്തുള്ള സിനിമകളിൽ ഇത്രയും ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നു. ഇത്രയും നല്ല കാസ്റ്റ് കിട്ടിയിട്ടും ആ റൈറ്റിംഗ്, ഡയറക്ഷൻ എല്ലാം നല്ല വൃത്തിക്കാണ് ചെയ്തിരിക്കുന്നത്. ഒരു പാളിച്ച പോലും പറ്റിയിട്ടില്ല. ആ ഒരു സെലിൻസ് സോങ് സിഗ്നേച്ചർ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു സാധാ റൊമാൻറ്റിക് ഡ്രാമ ആണെങ്കിൽ പോലും ഇതിലെ ക്യാരക്ടേഴ്സിനെയും ഇതിലെ സിറ്റുവേഷൻസിനെയും വളരെ ഡെപ്തോടെയാണ് എഴുതിയിരിക്കുന്നത്. വളരെ ആഴത്തിൽ നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യും ഇതിൽ ഓരോ ക്യാരക്ടേഴ്സിനെയും. അത്ര നന്നായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഒട്ടും മെലോ ഡ്രാമ ആവാണ്ട് വളരെ സ്മൂത്ത് ആയിട്ടാണ് ഇതിലെ ട്രാൻസിഷനും ആ കഥ പറഞ്ഞിരിക്കുന്നത്. അതാണ് വേറൊരു നല്ല പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തത്. പിന്നെ സിനിമാറ്റോഗ്രഫി പാസ്റ്റ് ലൈഫ്സിന്റെ സെയിം ആളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഓരോരോ സീൻസിലും ഭയങ്കര ഡെപ്ത് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഇമ്പാക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യണത്. എനിക്ക് പറയാനുള്ളത്, ഒരു റൊമാൻറ്റിക് ഡ്രാമ സിനിമ എടുക്കാൻ പോകുന്നവര് ഈ സിനിമയിലെ വിഷ്വൽസും ഫ്രെയിംസും പഠിച്ചിട്ട് വേണം പോകാൻ. അപ്പൊ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ മ്യൂസിക്, ഒരു സെലിൻ സോങ് സിനിമയുടെ ഒരു ഫീൽ നന്നായിട്ട് തരുന്നുണ്ടായി. പിന്നെ പ്രൊഡക്ഷൻ ക്വാളിറ്റി, പ്രൊഡക്ഷൻ ഡിസൈൻ സൂപ്പർ ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ ബാക്ക്ഡ്രോപ്പ് എന്ന് വെച്ചാൽ ഒരു ന്യൂയോർക്കിൽ റിച്ച് ലൈഫ് സ്റ്റൈലും പിന്നെ ഒരു ഡേറ്റിംഗ് കൾച്ചറിന്റെ ഒക്കെ പുറകെയാണ് കാണിക്കുന്നത്. അത് ആ ഒരു റിച്ച് ക്വാളിറ്റി നല്ലോണം തരുന്നുണ്ടായി. എനിക്കിതൊരു പെർഫെക്റ്റ്, ഇനിയും കുറെ വട്ടം കാണാൻ പറ്റിയ ഒരു മസ്റ്റ് വാച്ച് റൊമാൻറ്റിക് ഡ്രാമയായിട്ടാണ് അനുഭവപ്പെട്ടത്. അത്രയധികം റീവാച്ച് വാല്യൂ കൊണ്ട് എനിക്ക് അത്രയധികം ഇഷ്ടപ്പെട്ടു. റൊമാൻറ്റിക് ഡ്രാമാസ് അല്ലെങ്കിൽ റൊമാൻറ്റിക് സിനിമകളുടെ ഫാൻ ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കണ്ടു നോക്കൂ, ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ എ സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് കാണാണ്ടിരിക്കേണ്ട. ബിക്കോസ് എന്തിനാ അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് കൊടുത്തതെന്നാണ് ചിന്തിച്ചു നോക്കിയത്. ബിക്കോസ് സിനിമയിൽ മൊത്തത്തിലാകെ 2-3 കിസിംഗ് സീൻസ് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. സോ ധൈര്യമായിട്ട് തിയേറ്ററിൽ ഫാമിലി ആയിട്ട് തന്നെ പോയി കാണാൻ പറ്റും. സോ കണ്ട് ആ വേൾഡിന്റെ ഭാഗമാവും.